അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമുക്കൊരു മെഹന്തി നൈറ്റ് ഉണ്ടാക്കി കൊടുത്ത കേക്കാണ് ഇട്ടത്. റെഡ് വെൽവെറ്റ് കേക്കാണ്. അത് അവർക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മെഹന്തി നൈറ്റിന് ഉണ്ടാക്കി കൊടുത്ത കേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ 2 കിലോ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കിലോൻ്റെ കേക്ക് 1.5 കിലോൻ്റെ ബേസിൽ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. എന്ന് വെച്ചാൽ 1.5 കിലോനാക്കിയിട്ട് ചെയ്യാനൊക്കെ KG കൂടൂല, പക്ഷെ ഒന്ന് വിടുത്താക്കി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോൻ്റെ കേക്ക് ഞാൻ 1.5 കിലോനാക്കിയിട്ട് വിടുത്ത് കൂട്ടിയിട്ട് ചെയ്തു കൊടുത്തു. പിന്നെ 1 കിലോൻ്റെ കേക്ക് 5 ഇഞ്ചിൻ്റെ പാനിലാണ്, 5 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഹൈറ്റ് കൂട്ടിയിട്ട് 1 കിലോൻ്റെ കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 8 കോഴിമുട്ട, ഞാനിതിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. 8 കോഴിമുട്ട, 10 ഗ്രാം ജെല്ല്, പെട്ടെന്ന് വന്ന ഓർഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കണമല്ലോ. 10 ഗ്രാം ജെല്ല്, 100 ഗ്രാം വാട്ടർ, 2 കിലോൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയണത്. 100 ഗ്രാം വാട്ടർ, പിന്നെ 2 ടീസ്പൂൺ വാനില എസൻസും, പിന്നെ 500 ഗ്രാം പൗഡറും റെഡി ടു മിക്സ്, പിന്നെ 1 ടേബിൾ സ്പൂണ് റെഡ് കളറും ഒഴിച്ച് 30 ml ഓയിലും 30 ഗ്രാം ഓയിലും ലാസ്റ്റാണ് കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യണത്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപാടി കഴിയും. അങ്ങനെ ഞാൻ 1.5 കിലോൻ്റെ ട്രേ ആണിത്. ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ ട്രേ ആണ്. ഇതിലേക്ക് ഞാൻ 1 കിലോൻ്റെ ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കിലോൻ്റെ ബാറ്റർ 500 ഗ്രാമാണ് വരിക. അത് ഒഴിച്ചെടുത്തു. 500 പിന്നെ നമുക്ക് കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ 500 ഗ്രാം ഉണ്ടെങ്കിലേ നമുക്ക് 1 കിലോ കേക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാൻ 5 ഇഞ്ചിൻ്റെ പാനിൽ 250 വെച്ചിട്ട് 2 പാനിൽ അങ്ങനെ ഒഴിച്ചു. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചെടുത്ത് ഒന്ന് കേക്കിനെ ബേക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 30-35 മിനിറ്റ് കൊണ്ട് കേക്ക് ബേക്കായി കിട്ടും. നല്ല സോഫ്റ്റായ കേക്കാണ് കേട്ടോ. സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. കാണാനും നല്ല രസമുള്ള കളറാണ്. കൂടുതലും ഇല്ല, കുറവുമില്ല, അങ്ങനെ ഒരു കളറാണ്. 1 ടേബിൾ സ്പൂണും പിന്നെ നമുക്ക് കളറിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ചില കളർ ഉണ്ടാവും, ചിലത് കളർ ഉണ്ടാവില്ല. പിന്നെ ഞാൻ മിൽക്കിലാണ് കേക്കിനെ സോക്ക് ചെയ്യണത്. കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്കോ ചിപ്സൊക്കെ ഇട്ടിട്ടാണ് കേക്ക് ഫില്ലിങ് ചെയ്യണത്. നമുക്കിത് കൂടാണ്ടേയും കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അതൊന്നും ഞാനിതിൽ കാണിക്കണില്ല. സാധാ കേക്കായിരുന്നു. എന്താ പറയുക, വാനിലേൻ്റെ ഫ്ലേവർ വെച്ചിട്ട് സാധാ കേക്ക്. അവർക്ക് കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല. ഇത് നമ്മൾ മെഹന്തി നൈറ്റിന് അവർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഭംഗിയുള്ളൊരു റെഡ് കളറും. അങ്ങനെ ഞാൻ 6 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ കേക്കിനെയും 3 വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് 6 ലെയറാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിതിൻ്റെ മുന്നേ എന്താ പറയുക, വൈറ്റ് സ്പഞ്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, റെഡി ടു മിക്സ് വെച്ചിട്ട് ചെയ്യണത്. നമുക്ക് ഒത്തിരി വീഡിയോ യൂട്യൂബിലുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ സാധാരണ മൈദ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. പിന്നെ ഞാനിതിൽ നമ്മൾ ഗ്ലാസ് വെക്കുന്നുണ്ട്. എല്ലാ തരം ഗ്ലാസ്സുകളും ഉണ്ട്. ചോക്ലേറ്റിൻ്റെ ഉണ്ട്, കേക്കിൻ്റെ ഉണ്ട്, കുനാഫ, ബ്രൗണി, അങ്ങനെ എല്ലാ ഗ്ലാസ്സുകളും ഉണ്ട് കേട്ടോ. ബന്ന്, ബ്രെഡ്, പിസ്സ, എല്ലാ തരം ഗ്ലാസ്സുകളുണ്ട്, കുക്കീസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഏത് ക്ലാസ്സാണോ വേണ്ട, ഓൺലൈൻ ആണെങ്കിൽ അങ്ങനെ, ഓഫ്ലൈൻ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ഗ്രീൻ കളറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ഡാർക്ക് ഗ്രീനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല ആ കളറ്. നമ്മൾ കുറേ കളർ ആഡ് ചെയ്തിട്ട് ആ കളർ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഏകദേശം ഒരു പിസ്ത കളറൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഒത്തിരി കളർ ചെയ്തിട്ടാണ്, കളറ് ഡ്രോപ്പ് ഒഴിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഈ കളർ തന്നെ കിട്ടിയത്. പിന്നെ കുറേ കളർ നമുക്ക് ഒഴിച്ചാൽ ബിറ്റർ ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കളർ ഒഴിക്കില്ല. നമുക്ക് 2-3 ഡ്രോപ്പൊക്കെ വെച്ചിട്ട് കളർ കിട്ടണം. അപ്പോഴേ നമുക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ.
പിന്നെ അവർ മെഹന്തിൻ്റെ ബ്രൈഡിനെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തു. പിന്നെ കുറച്ച് ഫ്ലവറാണ് അവർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്, ജിപ്സം ഫ്ലവർ ആയിരുന്നു. അപ്പോൾ ആ ഫ്ലവർ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. എൻ്റെ കയ്യിലുള്ള വൈറ്റ് ഫ്ലവർ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വൈറ്റ് ഫ്ലവറും എൻ്റെ കയ്യിൽ ഫുള്ളുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പിന്നെ സെൻറ്ററിൽ ഞാൻ ഒരു പീച്ച് കളർ വെച്ചിട്ട് വെച്ചെടുത്തു. പിന്നെ ഇത് വേറെ ഒരു കേക്കാണ് കേട്ടോ, വേറെ ആൾക്കുള്ള ഓർഡറുള്ള ഒരു കേക്കാണ്. അത് ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുകയാണ്. വൈറ്റ് ഫോറസ്റ്റ് ആണ് അവർക്ക്, പിന്നെ ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ബീഡ്സൊക്കെ ഇട്ട് കൊടുത്തു, ഒന്നും കൂടെ മഞ്ചാക്കി എടുത്തു. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ പിന്നെ അവർ വന്ന് കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ 1.5 കിലോൻ്റെ ബേസിൽ വെച്ച് ചെയ്ത കേക്ക്, സാധാ മോഡൽ തന്നെ, കളർ ഗ്രീൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കുറച്ച് ബീഡ്സൊക്കെ ഇട്ടെടുത്ത് അതും ഒന്ന് റെഡിയാക്കി എടുത്തു. അവർക്ക് എന്താ പറയുക, കട്ട് ചെയ്യാൻ എളുപ്പത്തിനും പിന്നെ കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാനും വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. ഒത്തിരി ആളുണ്ടാവുമല്ലോ കല്യാണ തലേ ദിവസമൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞല്ലോ സെൻറ്ററിൽ ഞാനൊരു പീച്ച് കളറും വെച്ച് അങ്ങനെ എന്താ പറയുക ഒന്ന് ഭംഗിയാക്കി എടുത്തു. ഫുള്ള് വൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ കുനാഫയാണിത്. കുനാഫ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. കുനാഫൻ്റെ എല്ലാ തരം ഫ്ലേവറും ഉണ്ട് കേട്ടോ, ഒത്തിരി ഫ്ലേവർ ഉണ്ട്. പിന്നെ അത് ബ്രൗണിയാണ്. ബ്രൗണി ഇതേപോലെ തന്നെ ഒരുപാട് ബ്രൗണീസ് ഉണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുകയും ചെയ്യും, നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രക്കുള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.